ഹായ് ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവോത്ഥാനത്തെ പറ്റിയും നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടൊക്കെയാണ് നോക്കിയത്. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് പ്രാർത്ഥനാ സമാജം? പ്രാർത്ഥനാ സമാജം എന്താന്ന് വെച്ചാല് 1867 ആത്മറാം പാണ്ഡെ ബോംബെയിൽ രൂപീകരിച്ച ഒന്നാണ് ഈ പ്രാർത്ഥനാ സമാജം. ഇതിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാല് വിധവകളുടെ പുനർവിവാഹത്തെ പറ്റിയിട്ടും വിവിധ ജാതിയിൽ നിന്നുള്ള വിവാഹത്തെ പറ്റിയിട്ടും തുടങ്ങിയ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ഈ പ്രാർത്ഥനാ സമാജത്തിൽ പറയുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നമ്മൾ നോക്കാനായിട്ടുള്ളത് രാമകൃഷ്ണ പരമഹംസത്തിനെ പറ്റിയിട്ടാണ്. അപ്പം പുള്ളി എന്ന് പറയുന്നത് പുള്ളിയുടെ ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ സ്വാമി വിവേകാനന്ദ രൂപീകരിച്ച ഒന്നാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മതത്തെ എന്ത് ചെയ്യുക, ഐക്യം കൊണ്ടുവരണം. അതേപോലെ തന്നെ വേദതത്വം കുറച്ചും കൂടി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് തിയോസഫിക്കൽ സൊസൈറ്റിയും ആനി ബെസന്റും. ആദ്യമായിട്ട് തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കിയത് മാഡം HP ബാക്സിയും കേണൽ SK ഓൾട്ടും കൂടെ ചേർന്നിട്ടാണ് ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കിയത്. ഈ രണ്ടുപേരുടെ ഫാൻ ആയിരുന്നു ആര്, നമ്മുടെ ആനി ബെസന്റ്. അതുമായി ബന്ധപ്പെട്ടാണ് ആനി ബെസന്റ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കിയതും. മാത്രമല്ല ആനി ബെസന്റ് നമ്മുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഉന്നമനത്തിന് വേണ്ടിയിട്ടും ധാരാളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല സെൻട്രൽ ഹിന്ദു സ്കൂള് പോലുള്ള സ്കൂളുകളും എന്ത് ചെയ്തു, ഈ ആനി ബെസന്റ് രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആരാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അദ്ദേഹം എന്ന് വെച്ചാൽ നിരവധി തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ നിരവധി ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല പുള്ളിക്കാരന്റെ ചെറുപ്പകാലത്തിൽ പുള്ളിക്കാരന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അതിനുശേഷം അറിവ് അന്വേഷിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ യാത്ര പുറപ്പെട്ടത്. തുടർന്ന് എന്ത് ചെയ്തു, ചട്ടമ്പി സ്വാമിയെ കണ്ട് അവർ തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സ് ആയി. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കുറെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനം. എന്താണ് മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർ സയ്യിദ് അബ്ദുൽ ഖാനാണ്. പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പുറത്തു വരണം എങ്കിൽ എന്ത് ചെയ്യണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്നൊരു ചിന്താഗതിയുള്ള ആളാണ്. മാത്രമല്ല ഇദ്ദേഹം അജ്ഞതയ്ക്കും മതാവിഷ്ണതയ്ക്കും എതിരായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ആധുനിക വിദ്യാഭ്യാസം എല്ലാവരും സ്വീകരിക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എല്ലാവർക്കും ഡെവലപ്മെന്റ്സ് ഉണ്ടാവത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അലിഗറിൽ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് എന്തായിട്ട് മാറി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. ഉറുദു എന്ന് പറഞ്ഞ ഭാഷയ്ക്ക് അദ്ദേഹം നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ഉറുദു ഭാഷയിൽ നിരവധി എഴുത്തുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല മുസ്ലിം പ്രസ് എന്ന് പറഞ്ഞ പുതുതായിട്ട് ഒരു പ്രസ് എന്ത് ചെയ്തു, അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ആരാണ്, ജ്യോതിറാവ് ഗോവിന്ദ റാവ് ഫുലെ. ജ്യോതി ബ എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, പൂനെയിലാണ് ജനിച്ചത്. ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, താഴ്ന്ന ജാതി അല്ലെങ്കിൽ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ മുമ്പോട്ട് ഉയർന്നു വരണം. അപ്പം താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരാൻ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ പറ്റത്തുള്ളൂ, എന്തില്, വിദ്യാഭ്യാസത്തിന്. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം 1873 സത്യശോക് സമാജ് എന്ന് പറഞ്ഞ സമാജ് രൂപീകരിച്ചു. ആ സമാജിന്റെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ കുറെ സ്ത്രീകൾ കുറെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീകൾക്ക് നീതി കിട്ടണം, ആ സ്ത്രീകൾക്ക് മുമ്പോട്ട് കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് സത്യശോക് സമാജ് എന്ന് പറഞ്ഞ സമാജ് രൂപീകരിച്ചത്. പിന്നെ നമ്മൾ നോക്കിയത് പത്രവും ആധുനിക ഇന്ത്യയിലെ ഭാഷകളുടെ വളർച്ചയും സാഹിത്യവും. ഈ പത്രവും സാഹിത്യവും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രമുഖമായിരുന്നു. കാരണം തങ്ങളുടെ ചിന്താഗതികളും തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളും എല്ലാം പത്രങ്ങൾ വഴിയാണ് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഉള്ള കുറച്ച് എഴുത്തുകാരന്മാരാണ് ബങ്കിം ചന്ദ്രയുടെ. അദ്ദേഹത്തിന് ആനന്ദ് മാത എന്ന് പറഞ്ഞ ഒരു ബംഗാളിലുള്ള ആളുകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. പിന്നെ ദിനബിന്ദു മിന്ത്രയുടെ നീൽ ദർപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലെ നീലൻ കർഷകർ. നമുക്കറിയാം അന്ന് നീലം എന്ന് പറയുന്ന അതിന് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ടായിരുന്നു. എല്ലാ ആളുകളും നീലം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പം അതിനെതിരായിട്ട് നീലം കർഷകരുടെ യാതനയൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ദിനബിന്ദു എന്ന് പറയുന്നത്. പിന്നെ ബൾട്ടെ ഹരിദാസിന്റെ ഭാരത് ദർശൻ ചന്ദ്ര,
പിന്നെ അതേപോലെ തന്നെ സുബ്രഹ്മണ്യരുടെ തമിഴിൽ കുറെ എഴുത്തുകള്, അൽത്തായുടെ എന്താണ് ഉറുദുവിലുള്ള കൃതികൾ, ഇതൊക്കെ എന്താണ് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ വഴി എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ആളുകൾക്കിടയിലുള്ള ദേശീയ ബോധവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ എന്താണ് ഉയർച്ച ഉണ്ടാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.